എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹാഫ് kg വരുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ റെസിപ്പിയാണ് പറയുന്നത്. അരക്കപ്പ് മൈദ, 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 180 ടീസ്പൂൺ സോഡ പൗഡർ, ഒരു 1/4 കപ്പ് പഞ്ചസാര, 2 മുട്ട, 2 ടേബിൾ സ്പൂൺ എണ്ണ, 1/2 ടീസ്പൂൺ സോഡ പൗഡർ, പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽ. ഞാനിപ്പോൾ ഒരു സ്റ്റാൻഡ് മിക്സറിൻ്റെ ബൗൾ എടുത്തിട്ടുണ്ട്. ഇതേ സമയം നിങ്ങൾക്ക് മിക്സിയുടെ ജാർ യൂസ് ചെയ്യാം. ഞാൻ ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒപ്പം 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലഫി പരുവമായിട്ട് മാറുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അതാണ് ചേർക്കേണ്ടത്. നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കരുത്. അതും ചേർത്ത് ഒരു 30 സെക്കൻഡ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം ഒരു അരിപ്പയിൽ കൂടെ ഞാൻ മൈദയും കൊക്കോ പൗഡറും സോഡ പൗഡറും പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ബീറ്റ് ചെയ്ത മുട്ടയിലാക്കിയിട്ട് ഒരു 3 പ്രാവശ്യമായിട്ട് ഇടയ്ക്ക് പാലും ചേർത്ത് 2 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കേണ്ടത്. അതും ഇടയ്ക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് അടങ്ങാതെ ഒരു പതിയെ വിസ്ക് കൊണ്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണേ. കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിൽ തന്നെ പതിയെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണേ. ഞാനിപ്പോൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്ക്വയർ ടിന്നിലോട്ട് ഞാനിപ്പോൾ മാവൊന്ന് ഒഴിച്ച് 2-3 പ്രാവശ്യം ടാപ്പ് ചെയ്യണം. ടാപ്പ് ചെയ്തിട്ട് ഞാനിപ്പം ബേക്ക് ചെയ്യാൻ വയ്ക്കുകയാണ്. 180 ഡിഗ്രിയിൽ ഒരു 25 മിനിറ്റാണ് ഞാനിപ്പോൾ ഓവനിൽ ബേക്ക് ചെയ്യുന്നത്. 1 കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് 2 ലെയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു ബോർഡ് വെച്ചിട്ട് അതിലൽപ്പം ക്രീം നിരത്തി ഞാനിപ്പോൾ ഒരു ലെയർ വെച്ചു. ഒരു ഷുഗർ സിറപ്പ് കൊണ്ട് അതിനെ സോക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ക്രീം നിരത്തുകയാണ്. ഇത് ചെറിയ ക്രഷാണ്. ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. ഫ്രഷായിട്ട് ചെറിയ മേടിച്ച് ഞാൻ ഉണ്ടാക്കിയ ക്രഷാണ്. ഇത് ഞാൻ ഫ്രീസറിലാണ് സൂക്ഷിക്കാറ്. ഇതിന് കുറച്ച് ആവശ്യത്തിന് ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. ഇനി ഈ ക്രീമിലേക്ക് ഈ ക്രഷ് ഒന്ന് നിരത്തി എല്ലാ സൈഡിലും ആക്കണം. ഇനി ഇതിൻ്റെ മേലെ ഇത്തിരി മിൽക്ക് മെയ്ഡ് ചേർക്കണം. അപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയതാണ്. ഇതും ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കുന്നത്. ഈ ചെറിയൊരു ക്വാണ്ടിറ്റിയിലോടെടുത്ത് ഞാനിപ്പോൾ ആവശ്യത്തിന് യൂസ് ചെയ്യണം. അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും വരത്തക്ക തന്നെ നിരത്തി നമ്മുടെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും മീതയിട്ട് സെക്കൻഡ് ലെയറും വെച്ച് കേക്ക് ക്രം കോട്ട് ചെയ്തെടുത്ത് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് ഓവർനൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ എപ്പോഴും ചെയ്യാറ്. ഇതിപ്പോൾ ഞാനിപ്പോൾ കേക്ക് ഫൈനൽ കോട്ടും ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. ഫിനിഷ് ചെയ്ത് 4 ഫ്ലവറും വെച്ച് കേക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.